ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. സ്വാമിമാരാണ്, ആന്ധ്ര വണ്ടിയാണ്. ഇവന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഇവിടുന്ന്. കഴിച്ചതൊക്കെ നമ്മൾ പീൻ്റെ മുമ്പിലെത്തി കേട്ടോ. ഒക്കെ സൈക്കിൾ എടുത്തിട്ട് ലണ്ടനിൽ നിന്ന് 13,000 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച് വന്ന കേട്ടോ. കഴിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ആവും കേട്ടോ. ഗൈസ് നമ്മൾ അങ്ങനെ കുറേ ദിവസത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കോയമ്പത്തൂരിൽ നിന്ന് ആദിയോഗി വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കോയമ്പത്തൂർ. അത് നമ്മൾ കഴിഞ്ഞ വർഷം പോകണം എന്ന് വിചാരിച്ചിരുന്നു, ആണെങ്കിൽ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഏകദേശം 4-5 ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഈവനിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിലത്തെ ആ ഒരു ലൈറ്റ് ഷോ ആൻഡ് സൗണ്ട് ഷോ കാണാൻ പറ്റും. അതിനാണ് പോകുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യമൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ ഓക്കെയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്യും തോന്നുന്നു. ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, റെയിൻ കോട്ടൊക്കെ ഇതിൻ്റെ അടിയിലാണ്. ഇവിടെ വരുമ്പോൾ മാത്രം ചെറിയ തണുപ്പുണ്ട്, ബാക്കി അങ്ങോട്ടൊക്കെ നല്ല ചൂടാട്ടോ. ഗൈസ് ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ വൈസറൊക്കെ ക്ലോസ് ചെയ്തു. അല്ലെങ്കിൽ ക്യാമറക്ക് പിന്നെ ചെറിയ രീതിയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി ഏകദേശം നമുക്ക് 25 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഗൈസ് റോഡ് പണിയെടുക്കുന്നതുകൊണ്ട് ഒറ്റ റോഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അതിലാണ് 2 വേയും പോകുന്നത്. കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് റൈറ്റ് എടുക്കണം. യെസ്, ഈ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൈസ് ഇപ്പോൾ പോകുന്നത് അത്യാവശ്യം ചെറിയൊരു ഗ്രാമത്തിലേക്ക് കൂടി കേട്ടോ. വണ്ടിയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞ് ഇത് ആദിയോഗി 6 കിലോമീറ്റർ കേട്ടോ ഇവിടുന്ന്. പിന്നെ വെള്ളയങ്കിരി 8 കിലോമീറ്റർ. അത് ഒരു ഹില്ലാണ്, ഹിൽ സ്റ്റേഷനാണ്. ഗൈസ് ഇവിടുന്ന് ആദിയോഗി ഏകദേശം 5 കിലോമീറ്ററും കൂടിയല്ലോ. ഈ ഒരു സ്ഥലത്തേക്ക് കൂടി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. 2 സൈഡിലും തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ടോപ്പാണ്. പിന്നെ ക്ലൈമറ്റും അത്യാവശ്യം മഴക്കാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പ്. പിന്നെ നേരത്തെ മഴ പെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി വന്നതുകൊണ്ട് അതിൻ്റെ ചെറിയ തണുപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അങ്ങനെ ആയതുകൊണ്ട് വേറെ തന്നെ ഒരു ഫീലാട്ടോ. നമ്മളിതാ പാട്ടൊക്കെ കേട്ടും എല്ലാം വരുവാണ്. പാട്ടിപ്പോൾ ഓഫാക്കിയതാണ്, യൂട്യൂബ് പ്രശ്നമായതുകൊണ്ട്. ഗായ്സ് ഈ റോഡ് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം കാറൊക്കെ കണ്ടു തുടങ്ങി. ഇതാണ്ടോ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ഓടുന്ന റെക് ടാക്സി ഒക്കെ കണ്ടോ. റെക് ടാക്സി പിന്നെ പ്രൈവറ്റ് കാറ് ഒക്കെ ഇങ്ങോട്ട് കൂടുതലായി തുടങ്ങി കേട്ടോ. എൻ്റെ ബാക്കിലും കാറുണ്ട്, മുമ്പിലും കുറേ കാറട്ടെ. എനിക്ക് തോന്നുന്നു എന്തായാലും ഇതൊക്കെ അങ്ങോട്ട് പോകുന്നതാണ്. ആദിയോഗി ഈശാ റോഡ് ഗൈസ്. പാർക്കിംഗ് അങ്ങനെയാ ഗൈസ്. നമുക്കുള്ള സെറ്റപ്പ് നോക്കിയ ഗൈസ്. ഓ സ്കാനിങ്ങാ പോണോ ഗൈസ്. ഇങ്ങോട്ടുള്ള അവസ്ഥ നോക്കിയേ. ഫുള്ള് ടൂറിസ്റ്റ് ബസ്സാട്ടോ. ഫുള്ള് ടൂറിസ്റ്റ് ബസ്സാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫുള്ള് ആന്ധ്ര വണ്ടി കേട്ടോ. ഫുള്ള് സ്വാമിമാരാണ്, ആന്ധ്ര വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിപ്പാണമാ 10 റുപ്പീസ് ഗൈസ്. 10 റുപ്യ ടിക്കറ്റ് എടുത്ത് എന്താ ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടോ. അവിടെ വെച്ചിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് കൂടി പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. വിചാരിച്ച പോലെ ഒന്നുമല്ല. ഇവിടെ പിന്നെ ചെറിയ ഷോപ്പ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. പോയി നോക്കട്ടെ എന്തൊക്കെ ഉണ്ട് ഷോപ്പിലാണ്. ഗൈസ് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. ഇത് 100 എന്നിട്ട് വാങ്ങിയതാണ്. ഇത് നോർമൽ പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് ഇത് വാങ്ങുന്നില്ല. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചാണ്. ഒന്നുമില്ല, നോർമൽ 30 റുപ്യ 20 റുപ്യൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വാങ്ങില്ല. ആ വലിയ ഇതിന് 12,900 റുപ്യ അതിനൊക്കെ. പക്ഷേ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. റേറ്റ് ഭയങ്കര ജാസ്തിയാണ്. ആ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിന് ഒരു 50 റുപ്യ ആണെങ്കിൽ ഞാൻ വാങ്ങുമായിരുന്നു. 100 റുപ്യൊക്കെ ഒന്നുമില്ല. പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ഞാൻ വെയിറ്റ് ഇല്ല തീരാ. ചുവട്ടിൽ കണ്ടോ നമ്പർ കുത്തിയിട്ട് 193 എന്നിട്ട് ഇവന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഇവിടുന്ന്. പഴം പിന്നെന്തോ ഒരു അരി ഉണ്ട പോലെ സംഭവമാണ്, അത് വാങ്ങിയിട്ട് അവിടെ കൊടുക്കുക. ഫീഡ് ചെയ്യാൻ 50 റുപ്യാണ് കേട്ടോ. ഏകദേശം 500 മീറ്റർ നടക്കാനുണ്ട്. ആണെങ്കിൽ ആ 500 മീറ്റർ നടക്കുന്ന തിരിയൂല. കാരണം ഇത് ഫ്രണ്ടിലില്ലോണ്ടും അതേപോലെ തന്നെ സെറ്റാക്കിയ വഴിയും ആ ഒരു ടൈപ്പിലാണ്. അതുകൊണ്ട് നമ്മൾ 500 മീറ്റർ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരുന്നില്ല. ഇതൊക്കെ ഇവിടുത്തെ ലുക്കും ഒക്കെ ഫുള്ള് ആൾക്കാരാട്ടോ. നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. ഇനി ആൾക്കാർ വരും. ലൈറ്റ് ഷോ തുടങ്ങാൻ പോകുന്നേ ഇല്ലൂ. അപ്പോൾ ഇന്നേരം ആൾക്കാർ വരും. ഇത് നോക്കിയേ, ഫുള്ള് മല കേട്ടോ. അവിടെ നിന്നൊക്കെ ഫുള്ള് മലയാണ്. ഈ ഒരു സൈഡ് വരെ ഫുള്ള് മല.
അതിനടുക്കാണ് ഈ സ്റ്റാച്യു വരുന്നത് കേട്ടോ. So I walk all the time, and today is the first day I am with my bicycle. So it's like I am alive again because the training was so. ഈ മാലയില്ലേ, ഈ വലിയ മല ലോങ്ങെന്ന് കാണുമ്പം ഒറ്റൊരു ഇതെന്നാ തോന്നിയാണെങ്കിൽ ഒറ്റയൊന്നല്ല, ഇത് ഫുള്ള് ഈ ആൾക്കാർ ഓരോ ആൾക്കാർ കഴുത്തിൽ മാല ഇടുന്നില്ലേ, രുദ്രാഷ്ടം മാലയില്ലേ, അത് ഇങ്ങനെ കൂട്ടി കൂട്ടി ഉണ്ടാക്കിയിട്ട് വലുതാക്കിയത് കേട്ടോ. ആ ഒരു വലിയ മാല കഴിച്ച കാളവണ്ടി കണ്ടോ, നമ്മളിതാ ഇതിൻ്റെ ബാക്കിലല്ല കേട്ടോ. നല്ല കിടിലൻ പ്ലേസാട്ടോ, ചുറ്റും ഫുള്ള് മല, അതുപോലെ തന്നെ നെല്ല്. നമ്മളിതാ തിരിച്ച് പിന്നെയും മുമ്പ് തന്നെ എത്തി കേട്ടോ. ഇവിടെ വിളക്ക് കത്തിക്കേണ്ട സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ അവിടെയൊക്കെ ഫുള്ള് ആൾക്കാർ, നമ്മൾ വന്ന സ്ഥലം മുതലേ മൊത്തം ആൾക്കാർ. ഇതാ ഇവിടെ ചെറിയ പൂജയും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. ഡിസംബർ 5 സോയിൽ ഡേ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ പരിപാടി നടക്കുന്നത്, സേവ് സോയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വന്ന കുറച്ച് ടീമൊക്കെ സൈക്കിൾ എടുത്തിട്ട് ലണ്ടനിൽ നിന്ന് 13,000 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച് വന്ന കേട്ടോ. ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് 13,000 കിലോമീറ്റർ. അതിൽ എന്താണ് സൈക്കിൾ കണ്ടോ. അല്ല, ഈ സ്വാമിമാറൊന്നുമല്ല, സ്വാമിമാരൊക്കെ ആന്ധ്രയിൽ നിന്ന് വന്നതാണ്. ഗായ്സ്, ഇപ്പോൾ സമയം ഏകദേശം 6:05. 7 മണിക്കാണ് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ കേട്ടോ ലൈറ്റിൻ്റെ സെറ്റപ്പ്. ഇതുണ്ടോ ഓരോ കുറ്റി കണ്ടോ, ഇവിടെ ഇതുണ്ടോ വയറിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഇതാ അവിടെ അങ്ങോളം കണ്ടോ ഓരോ കുറ്റി കുറ്റി പോലെ. അതാട്ടോ ലൈറ്റ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക്. ഇതാ ഇത് ഓപ്പൺ ചെയ്യും. ഗൈസ് എല്ലാം റെഡിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. ഈ കയറിൻ്റെ അപ്പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ആൾക്കാരെ വിടുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം ഇതിൻ്റെ ബാക്കിലാണ് കയറ് കെട്ടിയത്. ഈ ഒരു ലേസറുണ്ടോ, ലേസറിൻ്റെ അപ്പുറത്താണ് കയറ് കെട്ടിയത്. എനിക്ക് ഒന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വരും മിക്കവാറും. ഫുൾ ആൾക്കാരതാ. ഈ പരിപാടി ഇപ്പോൾ കഴിയും, ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി കഴിയും. ഗായ്സ്, ഒരു 5 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ആവും കേട്ടോ. എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം സെറ്റ് ആവും. അവിടുത്തെ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Kindly avoid standing during the show. Also, please avoid using your mobile phone torchlights during the show. He was experiencing dimensions that no one had. He is the Adonai, the ideal man, where one half of him is woman. Mahadevaya Namaha, Mahadevaya Namaha. ഗായ്സ്, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. എല്ലാവരും ദർശനം വാങ്ങാൻ പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക്. ഗായ്സ്, ഈ ആദിയോഗി എല്ലാ ദിവസവും ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ ദിവസവും ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബൈക്കിന് മാത്രം 10 രൂപ, കാറിന് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു 20-30 സംതിങ് ഉണ്ടാവും. ഓക്കെ, ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണ്. 7 മണി ടു ഒരു 15 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് തുടങ്ങാൻ കുറച്ച് ലേറ്റായി. ഇന്ന് 7:15 തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞത് ഒരു 7:30. ഗായ്സ്, മിൽമേൻ്റെ ഒരു ബട്ടർ സ്കോച്ച് വാങ്ങി. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇതിന് 60 രൂപ കേട്ടോ. അപ്പോൾ ജസ്റ്റ് പാക്കറ്റിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ 50 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ MRP 50 അല്ലല്ലോ, ഇങ്ങനെ 60 ചോദിച്ചു. ഇലക്ട്രിസിറ്റി ബില്ല് എന്നൊക്കെ പറഞ്ഞു. 50 കൊടുത്തിട്ട് വാങ്ങിയിട്ട് വന്നു. ഇവിടുത്തെ പൈസ ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. 50 കഴിഞ്ഞിട്ട് 50 കൊടുത്തിട്ട് ബട്ടർ സ്കോച്ച് കേട്ടോ.
കഴിച്ചത് ഇങ്ങനെ പോവാണ്. കുറേ സമയം വെള്ളം എടുത്തില്ല, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഐസ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ച്. ഫുൾ ബ്ലോക്ക് കേട്ടോ, ഫുൾ എല്ലാവരും പോവാണ്. ബസ്സൊക്കെ എടുത്ത് തുടങ്ങി. ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടായില്ലെങ്കിൽ പണിയായി പോകും. എൻ്റെ അതിൽ കുടുങ്ങി പോയല്ലോ കുറച്ചാണ്. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു. In 600 meters, പോളാണല്ലേ? turn onto Pundi Road. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഫുള്ള് ഇരുടായിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയേ, പോകുന്ന ബൈക്കാണ്. ഇതാണ് വണ്ടീൻ്റെ ലൈറ്റ്, ലോ ബീം, ഹൈ ബീം. ഓക്കെ, നമ്മളെ എക്സ്ട്രാ വെച്ച ലൈറ്റ് ഒന്ന് ഓണാക്കി തരാം കേട്ടോ. ഇത് യെല്ലോ, ഇത് വൈറ്റ്, ഇത് യെല്ലോ വൈറ്റ്, ഇത് ബ്ലിങ്ക്. ലൈറ്റ് ഉണ്ട്, ഉപയോഗം കണ്ടോ നിങ്ങൾ? ഇത് യെല്ലോ വൈറ്റ്,